നല്ല സിനിമയായിരുന്നു. സൂപ്പർ ഹീറോ മൂവിയാണ്, നോട്ട് ടെക്നിക്കലി, പക്ഷെ വാല്യൂ ബേസ്ഡ് ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. അഭിനയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ലതായിരുന്നു. എസ്പെഷ്യലി ഉണ്ണിമുകുന്ദനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിരുന്നു, നാച്ചുറൽ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഫാമിലി ആരായാലും കാണാം. Movie was nice. Overall, it was a very nice movie. Very real, very original. ഇമോഷൻസ് ആണെങ്കിലും ഭയങ്കര റിയലാണ്. പിന്നെ ഒന്നും അങ്ങനെ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു വീൽ ചെയറിലുള്ള ഒരാളുടെ ഡിഫിക്കൽട്ടീസ്, അതിൽ നിന്ന് അയാൾ റിയലായിട്ട് ഒരു കുട്ടീനെ സേവ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഉള്ള പവർ വിത്തിൻ യു എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് നോട്ട് എ സൂപ്പർ ഹീറോ മൂവി. This is a movie that speaks about the power within you. ബേസിക്കലി ഒരുപാട് ചലഞ്ചസ് അനുഭവിക്കുന്നവർക്ക് ഈ മൂവി പ്രചോദനമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒബിയസ്ലി, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഒരാളുടെ സൂപ്പർ ഹീറോ പവർ ഉണ്ടായിരിക്കും, അവർക്ക് എക്സ്ട്രാ ഓർഡിനറിലി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു വീൽ ചെയറിലുള്ള ആൾക്കും അത് അങ്ങനെയല്ല ഇതിനെ പോർട്രേ ചെയ്ത്. റിയലി എന്താണോ അവരുടെ സ്ട്രഗിൾ, എന്താണോ ഡെയിലി സ്ട്രഗിൾ എന്താണോ അത് തന്നെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സോ ഒബിയസ്ലി അത് ആസ് എ പേഴ്സൺ, ഐ മീൻ ഈവൻ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിനകത്തുള്ള ചില ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്കുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കോൺഫിഡൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ്. സോ ആ എലമെൻറ്റ്സ് ഇവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ പ്ലോട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ പോർട്രേ ചെയ്തിരിക്കും. അങ്ങനെ അൺറിയൽ ആയിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഒബിയസ്ലി അത് എനിക്ക് പ്രത്യേകിച്ച് അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ, ഐ മീൻ അച്ഛൻ, ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൻ്റെ അച്ഛൻ, ആൻഡ് അവരുടെ ഇമോഷൻസ് ആണെങ്കിലും ഉണ്ണിച്ചേട്ടൻ്റെ ആണെങ്കിലും ആ സെൻസിറ്റിവിറ്റീസൊക്കെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുമ്പോൾ വരുന്ന ആ ഒരു സെൻസിറ്റിവിറ്റി, ഒരാളുടെ അടുത്ത് പെട്ടെന്ന് എടുത്ത് ചാടുക, പെട്ടെന്ന് ദേഷ്യം വരാം, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര റിയലായിട്ട് പോർട്രേ ചെയ്ത പോലെ തോന്നി. ഉണ്ണിമുകുന്ദൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ റോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു 60 ദിവസത്തോളം വീൽ ചെയറിൽ പുള്ളി പറഞ്ഞായിരുന്നു, ഒരു പ്രോഗ്രാമിലൂടെ പറഞ്ഞായിരുന്നു, കാരണം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഈ ഒരു 60 ദിവസം വീൽ ചെയറിൽ ഇരുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒബിയസ്ലി ആൾ ഹാസ് ഡൺ എൻ അമേസിംഗ് ജോബ് ബിക്കോസ് ഹി ഈസ് വെരി പവർഫുൾ, വെരി എനർജറ്റിക്. അങ്ങനെ ഒരു മനുഷ്യനെ നമ്മളൊരു വീൽ ചെയറിൽ കൊണ്ട് ഇരുത്തി പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക എന്താണ് അതിൻ്റെ റിയൽ ബുദ്ധിമുട്ടെന്ന്. കുറച്ച് നേരം നമുക്ക് കണ്ണടച്ച് നിൽക്കുമ്പോൾ തന്നെ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഒരു വീൽ ചെയറിൽ നമ്മൾ മുഴുവൻ സമയം ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഐ ഗസ് ഫോർ ഹിം. പക്ഷെ അത് ഭയങ്കര നൈസായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ഈവൻ പെർഫോമൻസിനകത്തും ആ ഡിസിപ്ലിനുള്ള ഫീൽ ചെയ്യും. നല്ല മൂവിയാണ്, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. സോ എക്സൈറ്റഡ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഹീറോ മൂവി ആയിരുന്നു. സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. എല്ലാം നല്ല പാട്ടുകളാണ്, എല്ലാം നല്ല ത്രില്ലർ പാട്ടുകളാണല്ലോ. അല്ലല്ല, ഒരു സമയം പോലും ബോറിംഗ് ആയിട്ട് ലാഗിങ് ആയിട്ടുള്ള ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. മിന്നൽ മുരളിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷേ ഡിഫറെൻറ്റ്. പക്ഷേ ഒരു സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. ഒട്ടും തന്നെ ഒരു ലാഗില്ലാത്ത സീറ്റിൻ്റെ വക്കിൽ നമ്മൾ അവസാനമാകുമ്പോൾ അവിടെ ഇരിക്കുന്നതും ഒച്ച വയ്ക്കുന്നതും കൈയടിക്കുന്നതും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗംഭീര ഘടന കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാം വണ്ടർഫുൾ ഫിലിംസാണ്. പക്ഷേ ഇതിനകത്ത് നന്നായി കിടപിടിച്ച് നിൽക്കാനുള്ള ഒരു ജോൺറയും കൂടിയാണ്. പിന്നെ ട്രൂലി നമുക്ക് മക്കളെയും കൂട്ടി ഇപ്പോൾ വെക്കേഷൻ കാലത്ത് വന്നിട്ട് പറ്റമായിട്ട് ഒരു വലിയ ഗ്രൂപ്പ്സായിട്ട് വന്ന് കാണാവുന്ന വളരെ എൻ്റർടൈനിങ്ങും സേഫും മാത്രമല്ല നല്ല മെസ്സേജ് നൽകുന്ന ഒരു ഫിലിം കൂടിയാണ്. കാരണം ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഡാമേജസിൽ നിന്ന്, ഹാൻഡിക്യാപ്സിൽ നിന്ന്, പ്രോബ്ലംസിൽ നിന്ന്, ആങ്കർ ഇഷ്യൂസിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ട്വിസ്റ്റ്, ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്ന് തരുന്ന ഒരു രസകരമായിട്ട് ഒരു മെസ്സേജ് കൂടിയുണ്ട്. എന്നാൽ ഇത് ലെക്ചർ അടിച്ച് ബോറടിപ്പിക്കുന്ന കാര്യമില്ല. സമകാലീന ഒരുപാട് തന്തുക്കളും കൂടി എത്ര ക്ലെവറായിട്ടാണ് രഞ്ജിത്ത് സാർ ഡിറക്ഷൻ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സും ഒക്കെ ചെയ്തിരിക്കുന്ന ആലോചിക്കുമ്പോൾ റിയലി ജീനിയസ്, പറയാതിരിക്കാൻ പറ്റും. ആൻഡ് ജോമോളിൻ്റെ തിരിച്ചുവരവ് കാണാനും ഭയങ്കര സന്തോഷമായി. ഐ തിങ്ക് ഹീസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആൻഡ് പ്രൊഡ്യൂസറുമാണ്. വളരെ നല്ല എഫേർട്ട് എടുക്കുകയും മാത്രമല്ല അത് വളരെ നന്നായി ഇമോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് മറ്റേ നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് കാലും കൈയും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഇല്ലാത്ത സമയത്ത്
എന്തുമാത്രം വാട്ട് വി ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് അത് ഇല്ലാതാവുന്ന ടൈമിന് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കും. ദാറ്റ് വേ ഇതിനകത്ത് അങ്ങനെയും ഒരു വലിയൊരു ഇൻസ്പിറേഷണൽ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. അത് ദ വേ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളോ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിസിക്കലി ചലഞ്ചസ് അനുഭവിക്കുന്നവർക്ക് ഒരു എക്സാക്ട്ലി. മാത്രമല്ല ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് എന്തുമാത്രം ഒരു ബ്ലെസ്സിങ് ആണ് ഈ ബോഡി എന്ന് പറയുന്നുള്ള ഒരു കാര്യം. താങ്ക് യു. ജഗദീഷ് നല്ലൊരു സിനിമയാണ്. ലൈക്ക് ഒരു ഇമോഷണലി നമുക്കൊരു ഫാമിലി ത്രില്ലർ പരിപാടിയാണ്. ഒരു ചെറിയ സൂപ്പർ ഹീറോ എലമെൻറ്റ് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. നമുക്ക് നല്ല രസമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. നല്ല പെർഫോമൻസ്. സൂപ്പർ ഹീറോ എലമെന്റ് എന്തെങ്കിലും സൂപ്പർ ഹീറോയുടെ ഒരു ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ പറഞ്ഞു വയ്ക്കുന്നത് ഭാഗ്യമായിട്ട് സൂപ്പർ ഹീറോ സിനിമ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഓൾമോസ്റ്റ് ഓൾ മൂവീസ്. പിന്നെ ഉച്ചയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് നമ്മുടെ ജയ് ഗണേഷ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? നിമൂന്തലിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ സൂപ്പർ ഹീറോ. വെരി ഗുഡ്, നൈസ്. സാർ എന്ത് തോന്നി? അതായത് പുള്ളി ഇതുവരെ ചെയ്യാത്ത റോളാണല്ലോ. ഇതുവരെ ചെയ്യാത്ത റോളാണ്. നമ്മൾ വീൽ ചെയറിൽ ഞാനും വിചാരിച്ച് കാണുമ്പോൾ എന്തായിരിക്കും ചെയ്യാൻ, പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് സംതിങ് മിറക്കുലസ് ഹി ഹാസ് ഡൺ. താങ്ക് യു. പറയാമോ എങ്ങനെയുണ്ടായിരുന്നു? ജഗണേഷ് നല്ല ഫിലിമാണ്. ടോപ്പ് ടു ബോട്ടം ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഫിലിമാണ്. നല്ല സ്ക്രിപ്റ്റഡ് ആണ്. ഉണ്ണി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആക്റ്റീവ് പെർഫോമൻസ് ആണ്. നോട്ട് ഓൾ സൂപ്പർ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ളൊരു സന്ദേശം തരുന്ന ഒരു സ്വദേശീയ ചിത്രമാണ്. ഫൺ ഫിലിമാണ്. എൻ്റർടൈനിങ് ആണ്. നല്ല എൻ്റർടൈനിങ് ആണ്. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. വെക്കേഷനൊക്കെ സമയത്ത് കുട്ടികളും ഫാമിലികളും വന്ന് കാണുമെന്ന് കാണേണ്ട ഒരു പടമാണ്. നല്ല രസമുണ്ട്. മെയ്ഡ് വെൽ. ഓഫ് കോഴ്സ് രഞ്ജിത് ശങ്കർ സൂപ്പർ ഹീറോ എലമെൻ്റാണ്. തീർച്ചയായിട്ടും സൂപ്പർ ഹീറോ എലമെൻ്റാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സൂപ്പർ ഹീറോ അല്ല. വളരെ വ്യത്യസ്തമായൊരു തരത്തിലാണ് അതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഫിലിം. അടിപൊളി മൂവിയാണ്. ആസ് യൂഷ്വൽ ആവണി ഇതേപോലെ ഞെട്ടിച്ചു. ഫിനിക്സ് സിനിമയിലൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അജു രഞ്ജിത്തേട്ടനോട് പറഞ്ഞിട്ടാണ് ആവണിയെ രഞ്ജിത്തേട്ടൻ എന്നെ വിളിക്കുന്നത്. ആവണിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ട് ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവളോട് ഒന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇവളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ വീണ്ടും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും പടം കാണാൻ പറയും. എല്ലാവരും പടം കാണണം, റിവ്യൂ അറിയിക്കണം. നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഈ സഫേർഡ് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇതിനൊരു വലിയ സക്സസ്സിലേക്ക് ഈ പടം എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.